എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരങ്ങൾ. ഇന്നത്തെ വീഡിയോ തൊട്ട് ഒരു 3-4 വീഡിയോകളിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ബുക്കിൻ്റെ അകത്തുള്ളതാണ്. അതായത് ഈ ബുക്ക്, ഇതിൻ്റെ ടൈറ്റിൽ കർമ്മ. ഇത് എഴുതിയത് സദ്ഗുരുവാണ്. ഓക്കെ, സോ സദ്ഗുരുവിൻ്റെ കർമ്മ എന്നുള്ള ബുക്കിനകത്തുള്ള കാര്യങ്ങളാണ് ഒരു 2-3 വീഡിയോകളിൽ നോക്കാൻ പോകുന്നത്. പക്ഷേ എത്ര വീഡിയോകളാകുമെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നുവെച്ചാൽ പറഞ്ഞു വരുമ്പോഴേ അറിയത്തുള്ളൂ. എന്തായിരുന്നാലും നമുക്ക് അതൊന്നുമല്ല വലിയ കാര്യം. ഇതിനകത്തുള്ളത് എന്തുവാന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുക, ഇല്ലേ? ബുക്ക് റിവ്യൂ വേണമെന്ന് നിങ്ങളും ആവശ്യപ്പെട്ടു. എനിക്കും അത് ചെയ്യുന്നതിൽ ഭയങ്കര താല്പര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ട് കൂട്ടർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് തന്നെ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ 6 വീഡിയോയിൽ കർമ്മങ്ങളെക്കുറിച്ച് ഒരുപാട് പഠിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ ഈ ബുക്കിൻ്റെ റിവ്യൂവും ചെയ്താലേ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു എല്ലാ വീഡിയോസും കഴിഞ്ഞ് പിന്നീട് ബുക്ക് റിവ്യൂസ് നന്നായിട്ട് തുടങ്ങാമെന്ന്. പക്ഷേ എനിക്ക് പിന്നെ തോന്നി ഇതായിരിക്കും ശരിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഈ കർമ്മ എന്നുള്ള ബുക്കിൻ്റെ റിവ്യൂ എന്ന് വെച്ചാൽ ബുക്കിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയ രീതിയിൽ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇപ്പം ഇതിൽ 3 പാർട്ടുണ്ട്. ഭാഗം 1, ഭാഗം 2, ഭാഗം 3, അങ്ങനെ 3 ഭാഗങ്ങളായിട്ടുണ്ട്. ഈ ഭാഗം 1 എന്ന് പറയുന്നതിൽ 5 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഈ ഭാഗം 2 6, 7, 8, 9 ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ പിന്നെ പാർട്ട് 3 ഭാഗം 3 എന്ന് പറയുന്നത് കർമ്മ കോൺവെർസേഷൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കോൺവെർസേഷൻ എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സംസാരം. ഓക്കെ, സംസാരം, സംഭാഷണ എന്നൊക്കെ പറയാം. അതാണ് കോൺവെർസേഷൻ. ഓക്കെ, ഇത് 3 അപ്പം നമ്മൾ ഇതിൽ ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങാം. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം. അക്ബറിന് ബീർബാലിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അതുപോലെ തെന്നാലി രാമൻ വളരെ ഒരു ബുദ്ധിശാലിയായിട്ടുള്ള ഒരു ആളായിരുന്നു. ഒരു രാജാവിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഇരുന്നു, മന്ത്രിയായിട്ട്. അതുപോലെ സദ്ഗുരു എപ്പോഴുമേ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു തരും. ജീസസിനെ കുറിച്ച്, ബുദ്ധായിനെ കുറിച്ച്, വലിയ വലിയ മഹാന്കളെക്കുറിച്ചെല്ലാം പറയും. അതിനു പുറമെ ഒരുപാട് കഥകൾ, ചെറിയ ചെറിയ കഥകൾ ഒരുപാട് പറഞ്ഞായിരിക്കും നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത്. അത് നല്ല അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ചാതുര്യമാണ് ഉള്ളത്. ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അതിനൊരു നിർത്തില്ല. അത്രയ്ക്ക് ഫ്ലുവൻ്റായിട്ട്, അത്ര നല്ല ഭംഗിയായിട്ട് പറഞ്ഞ് കേൾപ്പിക്കും. ആ വീഡിയോസെല്ലാം നിങ്ങളും കേട്ട് കാണും. അതുപോലെ ഈ എഴുത്തിലും ഭയങ്കര ഒരു നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ളതാണ്. ഒരുപാട് സദ്ഗുരുവിൻ്റെ ബുക്കും ഇംഗ്ലീഷിൻ്റെ വീഡിയോയും കേട്ടാലേ മതി, നല്ല ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആകും. അത്രയ്ക്ക് നല്ല ഒരു സ്റ്റാൻഡേർഡുള്ള കാര്യങ്ങളാണ് സദ്ഗുരു എപ്പോഴും ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പിന്നെ സദ്ഗുരുവിന് മലയാളികളുടെ പുറത്ത് വലിയ ഒരു അഭിപ്രായമാണ്. അപ്പം ഈ തെന്നാലി രാമൻ, ബീർബാൽ എന്ന് പറഞ്ഞ പോലെ സദ്ഗുരുവിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. അതാരാണോ? കഥാപാത്രത്തിൻ്റെ പേരാണ് ശങ്കരൻ പിള്ള. ഓക്കെ, ശങ്കരൻ പിള്ള. അപ്പം ഈ ശങ്കരൻ പിള്ള ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഥയിൽ വരും. അപ്പം ചിലപ്പം ശങ്കരൻ പിള്ളയെ വലിയ ബുദ്ധിശാലിയായിട്ട് ചിത്രീകരിക്കും, ചിലപ്പം ഒന്നുമില്ലാത്ത ഒരു കുടികാരനെ പോലെ ചിത്രീകരിക്കും. അതായത് ആ സംഭവത്തിന് ഏറ്റ പോലെ ശങ്കരൻ പിള്ളയുടെ റോള് മാറും. ഓക്കെ, അപ്പം ഇതിലും പാർട്ട് 1 ആദ്യത്തെ ഭാഗത്തിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ തുടക്കം തന്നെ ശങ്കരൻ പിള്ളയുടെ ഒരു കഥയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൊച്ചുനാളിൽ തൊട്ടേ, കൊച്ചുങ്ങൾക്കും വലിയവർക്കും ഈ കഥ കേൾക്കുന്നതിൽ വലിയ ഒരു താല്പര്യമുണ്ട്, ഇല്ലയോ? അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കഥയിലിരുന്ന് തുടങ്ങാം. ഇപ്പം ഞാനെന്തോ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ബുക്ക് വായിക്കാൻ പറ്റുന്നവരൊക്കെ വാങ്ങിച്ച് വായിച്ച് നോക്കുക.
ഇല്ല എനിക്ക് ബുക്കൊന്നും വായിക്കാൻ ഈ ബുക്കൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞാൽ വിട്ടേക്കണം, ഒരു കുഴപ്പമില്ല. അതിനകത്തുള്ളത് ഞാൻ ഏത് രീതിയിൽ മനസ്സിലാക്കിയെടുത്തോ ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഓക്കെ, സോ വേറെ ഒന്നും നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ആദ്യം ഒരു പ്രാവശ്യം വീഡിയോ കേട്ടിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അതിൻ്റെ പ്ലേ ബാക്ക് അതിൻ്റെ സ്പീഡ് കുറച്ച് വെച്ച് പതുക്കെ വീഡിയോ കേട്ട് ഈ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ മലയാളത്തിൽ എഴുതി വെച്ചേക്കണം. അപ്പോഴേ തിരിച്ച് അത് ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോക്കാൻ ഒക്കത്തുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഒരു ബുക്കാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മളുടെ ഒടുക്കം വരെ ഇതൊക്കെ നമുക്ക് വേണം. ഈ ബുക്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തെടുത്ത് നോക്കണം. അതുമാത്രമല്ല നമുക്ക് പിന്നെ നമ്മുടെ സന്തതികൾക്ക് ഉപയോഗിക്കട്ടെ. ഓക്കെ, ഇപ്പം അവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ പോലും സാരമില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെതായ പക്വത വരുമ്പം നമ്മളൊരു ചെറിയ ലൈബ്രറിയെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാം. ഓക്കെ, അവർക്ക് പ്രയോജനപ്പെടട്ടെ, അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പം പലതും നമ്മൾ കണ്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അതൊന്ന് ചെയ്യുക. ഓക്കെ, ഇപ്പം ഇതിൽ ഈ ശങ്കരൻപിള്ളയുടെ കാര്യമാണ് ആദ്യമായിട്ട് തുടക്കം. അതിൽ സദ്ഗുരു പറഞ്ഞ പോലെ ഞാൻ വാക്കിന് വാക്കെല്ലാം പറയാനൊക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ ഒരു 100 വീഡിയോയ്ക്ക് അങ്ങ് പോകും ഓരോന്നായിട്ട്. അപ്പോൾ അത്രയും നമുക്ക് ആവശ്യമില്ല. ഒരു കഥ പറയുന്നോ, ആ കഥയുടെ മോറൽ ഓഫ് ദ സ്റ്റോറി, അതിൻ്റെ എസൻസ്, അതിൻ്റെ സത്ത് എന്തുവാ, അതുമാത്രം നമുക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പം ഞാൻ വാക്കിന് വാക്ക് ഞാൻ ട്രാൻസ്ലേഷൻ അല്ല ചെയ്യുന്നത്. അത് 2-3 പ്രാവശ്യം ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴാണ് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ലയോ, എപ്പം ഞാൻ ഒരു പുതു ബുക്ക് കിട്ടിയാലും അതിന് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് അതിന് ഒരു കവറിടും. ഇപ്പം ഈ കവർ എടുത്തതിൻ്റെ കാരണം ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അന്ന് ഫസ്റ്റ് ടൈമേ ഞാൻ ഇത് കാണിച്ചപ്പം എടുത്ത കവറാണ്. ഉടനെ ഞാനത് കവർ ചെയ്യും. പിന്നെ ഇത് വന്ന് 27/8/22 ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ 27/8/22 ഞാൻ ഈഷ സെൻറ്ററിലുണ്ട് എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് വാങ്ങിച്ചുകൊണ്ട് വന്ന ഉടനെ പുതിയ ബുക്കിനൊരു മണമുണ്ടല്ലോ, ആ മണം മാറുന്നതിന് മുമ്പേ ഞാൻ വായിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ അത് നിറച്ച് ബ്രാക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് എന്ന് ഇട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ അതിൻ്റെ സാരാംശങ്ങൾ എന്തുവാന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇപ്പം ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് നോക്കിയാലേ മതി എനിക്ക് ബുക്ക് റിവ്യൂ ആയിട്ട് വീഡിയോയിൽ പറയാൻ പറ്റും. ദൈവം സഹായിച്ച് ഒരാൾ അല്ലെങ്കിൽ ഒരു ബുക്കിൽ ഒരു ഓത്തർ എന്ത് ഉദ്ദേശത്തിൽ പറയുന്നോ ആ ഉദ്ദേശത്തിനെ അങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ ഉള്ള കഴിവുണ്ട്. ആരിപ്പം നിങ്ങൾ ആരെന്ത് സംസാരിച്ചാലും ഞാൻ അതിനെ നല്ലതായിട്ടേ എടുക്കത്തുള്ളൂ. ചിലരൊക്കെ ഉണ്ടല്ലോ കുത്തി സംസാരിക്കും, 2 അർത്ഥം വെച്ച് സംസാരിക്കും, അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ അതിൻ്റെയൊക്കെ മുഖവിലക്കേ എടുക്കത്തുള്ളൂ. അവർ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഇപ്പം മനസ്സിലൊന്ന് വെച്ചുകൊണ്ടായിരിക്കും ചിലർ വെളിയിൽ വേറെ മാതിരി പറയുന്നത്. ഞാൻ അതൊക്കെ കിഴിഞ്ഞ് കിടന്ന് അവരെന്തോ ചെയ്തു, എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ്, നേരെ വാ നേരെ പോ, നല്ലതായിരിക്കുന്നെന്ന് പറഞ്ഞോ സന്തോഷം, നല്ലയില്ലെന്ന് പറഞ്ഞോ ഓക്കെ സന്തോഷം, അത്രയേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ. അതുമാത്രമല്ല ദൈവം സഹായിച്ച് എനിക്കൊരു കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്. ആളുകൾ പറയുന്നത് അതിൻ്റെ മുഖവിലേക്ക് എടുക്കാനും അതേ രീതിയിൽ എനിക്ക് മനസ്സിലാക്കാനും തിരിച്ച് അതേ രീതിയിൽ മറ്റവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഉള്ള ശക്തി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് ടീച്ചിങ് ഈസ് മൈ പാഷൻ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അത് എൻ്റെ രക്തത്തിലോട് അലിഞ്ഞ് ചേർന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ വളരെ, നിങ്ങൾ ബുക്ക് റിവ്യൂ വേണമെന്ന് ചോദിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ശരി, ചെയ്യാം. എത്രയോ ബുക്സുകൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, എത്രയോ, അതിൽ മുക്കാലും എല്ലാം വായിച്ചതാണ്. അപ്പോൾ ഞാൻ വായിച്ച് രസിച്ച ബുക്കുകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം പറയുന്നത്. പിന്നെ കുറച്ച് ബുക്സുകൾ മാറ്റി വെച്ചിട്ടുണ്ട് പഠിക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട്. അതൊക്കെ ഞാൻ സൈഡ് ബൈ സൈഡ് ഞാൻ പഠിച്ച് അതും നമുക്ക് പങ്കിടാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നൗ ഇപ്പം കമ്മിങ് ടു ശങ്കരൻപിള്ളൈ സ്റ്റോറി. ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഒരുപാട് സ്റ്റേറ്റ്സുകളുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പല സ്റ്റേറ്റ്സിൻ്റെ ഒരു കൂട്ടായ്മയാണ്. അപ്പം ശങ്കരൻപിള്ള കല്യാണം കഴിച്ചു. അപ്പം ഭാര്യയുടെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടി ഒരു ബോട്ട് വാങ്ങിച്ചു. വലിയ ബോട്ടെന്ന് വെച്ചാൽ ഈ നമ്പറൊക്കെ ഞാൻ വെറുതെ പറയുവാണ്, അതിനകത്തുള്ളതല്ല പറയുന്നത്, ചുമ്മാ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് പൈസ ഇട്ട് ഒരു 40 ലക്ഷം
ഇട്ട് ഒരു ബോട്ട് വാങ്ങിച്ചു. ആ ബോട്ടിൽ പുതിയ ഭാര്യയെ ഇരുത്തി വലിയ ആളാകാൻ വേണ്ടി നല്ല വലിയ സന്തോഷത്തിൽ രണ്ടുപേരും ഹണിമൂണിന് ഇറങ്ങി. അങ്ങ് ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബോട്ട് എവിടെയോ പോയി ഇടിച്ച് ചുക്കുനൂറായിപ്പോയി. ഇവർ രണ്ടുപേരും വെള്ളത്തിലായി. പിന്നെ ഇവർ എങ്ങനെയോ നീന്തി കര ചേർന്നപ്പം ആ പ്രദേശത്തിലെങ്ങും ഒറ്റ മനുഷ്യരില്ല. അപ്പം ഭാര്യയ്ക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. എന്തുവാ, ഇപ്പം നമ്മളായിരുന്നാലും പറയത്തില്ലേ, എന്തുവാ മനുഷ്യ വലിയ കാര്യത്തിൽ ബോട്ടെന്ന് പറഞ്ഞ് എന്നെ ബോട്ടിൽ കൊണ്ടുവന്ന് ഇവിടെ ആരും ഇല്ലാത്ത സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ. അതുപോലെ അവരും കരയാൻ തുടങ്ങി. എന്തുവാ ഇങ്ങനെയും നമ്മൾ എത്ര ദിവസം ഇവിടെ ഇരിക്കും, നമുക്ക് കയ്യിൽ ഫുഡില്ല, ആരും ഇല്ലാത്ത ഒരു സ്ഥലം, എത്ര ദിവസം നമ്മൾ ഈ ബീച്ചിൽ ഇങ്ങനെ കഴിഞ്ഞു കൂടും എന്ന് പറഞ്ഞു. അപ്പം ശങ്കരൻപിള്ള ആദ്യമായിട്ട് അവിടെ ബീച്ചിലിരുന്ന് ധ്യാനം ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് ഭാര്യയ്ക്ക് ഭയങ്കര ദേഷ്യം. എന്താ മനുഷ്യ, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്കൊരു ചൂടില്ലയോ? എന്താ പറഞ്ഞപ്പോൾ സമാധാനപ്പെട്. ശങ്കരൻപിള്ള പറഞ്ഞതാണ് ഭാര്യയെ നോക്കി, നീ സമാധാനപ്പെട്, നമ്മൾ ഇവിടുന്ന് പോകാൻ പറ്റും, നമ്മളിവിടുന്ന് പോയിരിക്കും. അതെങ്ങനെ നിങ്ങൾ അത്ര ഉറപ്പായിട്ട് പറയുന്നേ? ഒറ്റ മനുഷ്യർ, നമ്മൾക്ക് കണ്ണിന് നോക്കാനൊക്കുന്ന ദൂരം വരെ ഞാൻ നോക്കി, ഒറ്റ മനുഷ്യരില്ല, നമ്മൾ ഇവിടുന്ന് എങ്ങനെ പോകും എന്ന് ചോദിച്ചു. അപ്പം ശങ്കരൻപിള്ള പറഞ്ഞു, നിനക്കറിയാമോ, ഞാൻ മിയാമി എന്നൊരു സ്ഥലത്തായിരുന്നു US. അവിടെ ഒരു 5 ലക്ഷം കടം വാങ്ങിച്ചു ബാങ്കിൽ നിന്ന്. അതെനിക്ക് കെട്ടാൻ പറ്റിയില്ല, ഞാൻ തൂർത്തടിച്ച് എല്ലാം ചിലവ് ചെയ്തു. അപ്പം അത് തീർന്നപ്പം ഞാൻ വേറെ ഒരു സ്റ്റേറ്റിൽ പോയി, കാലിഫോർണിയ. അവിടെ പോയി ഒരു 10 ലക്ഷം വാങ്ങിച്ചു കടം വാങ്ങിച്ചപ്പോഴത്തേക്ക് ഈ മിയാമി എന്നുള്ളവർ എന്നെ അവിടെ വന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അവർക്ക് 5 ലക്ഷം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടിട്ട് ബാക്കി 5 ലക്ഷം തൂർത്തടിച്ചു. പിന്നെ വേറൊരു സ്റ്റേറ്റിൽ പോയി 15 ലക്ഷം കടം വാങ്ങിയപ്പോഴത്തേക്ക് ഈ കാലിഫോർണിയയിൽ കടം തന്ന ബാങ്കുകാർ എന്നെ അവിടെ വന്ന് കണ്ടുപിടിച്ചു. അതുപോലെ ഇപ്പം എൻ്റെ പുതിയ ഭാര്യയുടെ മുമ്പിൽ ഞാൻ വലിയ ആളാകാൻ വേണ്ടിയാണ് ഞാൻ 40 ലക്ഷം കടം വാങ്ങിച്ച് ഇത്രയും വലിയ ബോട്ടും വാങ്ങിച്ച് അതിൽ നിന്നെ കൊണ്ടുവന്നത്. അതുകൊണ്ട് നീ യാതൊരു വിധത്തിലും പ്രയാസപ്പെടണ്ട, അവർ നമ്മളെ തേടി ഇവിടെ വരും. അപ്പം അവരുടെ കൂടെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം എന്നാണ് ശങ്കരൻപിള്ളയുടെ എക്സ്പ്ലനേഷൻ, വ്യാഖ്യാനം. അപ്പം ശങ്കരൻപിള്ള പറഞ്ഞത് കഥയാണെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്, നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അത് നമ്മളുടെ പുറയിൽ നമ്മുടെ കൂടെ വരും, നമ്മളുടെ നിഴൽ പോലെ തുടർന്ന് വരും. അതിൽ നിന്ന് ഒരു രക്ഷപ്പെടലും നടക്കില്ല. അപ്പം കർമ്മ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലോ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഒട്ടുമൊത്തം ആൾക്കാർക്കും ഉള്ള ഒരേ ലോ ആണ്. എന്തുവാ? ലോ ഓഫ് കർമ്മ. ആ ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത് എന്തുവാ? നല്ലത് ചെയ്താൽ നല്ലത് നടക്കും നമുക്ക്, നമ്മൾ ചീത്ത ചെയ്താൽ നമുക്ക് ചീത്ത നടക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഈ ലോ ഓഫ് കർമ്മ എന്ന് പറയുമ്പം അത് ഒരു പനിഷ്മെൻ്റ് അല്ല, ഇപ്പം അതൊരു ശിക്ഷയല്ല. ഓക്കെ, അതേപോലെ അത് ഒരു ശിക്ഷയുമല്ല, അത് ഒരു റിവാർഡും അല്ല. റിവാർഡ് എന്ന് വെച്ചാൽ പ്രതിഫലം. നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു റിവാർഡ് കിട്ടും, നല്ല ഒരു കാര്യം ചെയ്തു, അപ്പം അവാർഡ് തരും, ഇല്ലയോ? അപ്പം അതുപോലെ ഈ നമുക്ക് കിട്ടുന്ന നല്ലതെല്ലാം നമുക്ക് വല്ലവരും തരുന്ന പ്രതിഫലമല്ല, വല്ലവരും മുഖാന്തരം കിട്ടുന്ന പ്രതിഫലമല്ല, റിവാർഡും അവാർഡും അല്ല. അതേ സമയത്ത് അത് ഒരു ശിക്ഷയുമല്ല, പനിഷ്മെൻറ്റും അല്ല. ഓക്കെ, അങ്ങനെയുള്ളപ്പം ശങ്കരൻപിള്ള പറഞ്ഞു വരുന്നത് എന്തുവാ? നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ പിന്തുടർന്ന് നമ്മുടെ കർമ്മ ഉണ്ട്. അതിൻ്റെ ഉള്ളർത്ഥം ഇതാണ്, ഈ കഥയുടെ ഉള്ളർത്ഥം അതാണ്. അപ്പം നമ്മൾ ഏത് മൂലയിൽ പോയി ഒളിഞ്ഞാലും അവർ നമ്മളെ തേടി കണ്ടുപിടിക്കും. അതുപോലെ നമ്മൾ ചെയ്ത കർമ്മ ഏത് മൂലയിൽ പോയി ഒളിഞ്ഞിരുന്നാലും നമ്മളെ തേടി വരും. ഇതാണ് ആ കഥയുടെ ഉള്ളർത്ഥം, എസൻസ്.
അപ്പം വേറെ ഒന്നും വേണ്ട, ഇത്രയും വലിയ ഇതൊന്നും നമ്മൾ ഓർത്തില്ലെങ്കിലും വളരെ ലോക്കലായിട്ട്, വളരെ നമ്മൾ സാധാരണ ലോക്കൽ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതിൻ്റെ അർത്ഥം എന്തുവാ? ഒരുപാട് ഉപ്പ് തിന്നവൻ ഒരുപാട് വെള്ളം കുടിക്കും, അളവോട് ഉപ്പ് തിന്നവൻ അളവോട് വെള്ളം കുടിക്കും. അപ്പം കൂടുതൽ കൂടുതൽ ഉപ്പ് തിന്നാൽ വെള്ളദാഹം തന്നെത്താനേ എടുക്കും, അപ്പം തന്നെത്താനേ നമ്മൾ വെള്ളം കുടിക്കും. ഇത് മാത്രം ഓർത്താൽ മതി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ, സോ ഇതൊരു കഥ, ഇതാണ് തുടക്കം. രണ്ടാമത് വേറൊരു കഥ. അപ്പം കഥ കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടല്ലോ, ശരി. അപ്പം ഇതിൽ അതായത് പോപ്പിനെ കുറിച്ച് നിങ്ങളെല്ലാം കേട്ട് കാണും. റോമിലെ വാറ്റിക്കൻ സിറ്റിയിലാണ് പോപ്പുള്ളത്. ഈ പോപ്പ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉയർന്ന നിലയിലുള്ള ഒരു മേൽശാന്തി. നമ്മുടെ അമ്പലത്തിൽ മേൽശാന്തി എന്ന് പറയുന്ന പോലെ ഈ എല്ലാ ക്രിസ്ത്യൻസിനും എല്ലാ ചർച്ചിനും തലപ്പത്തുള്ളതാണ് ഈ വാറ്റിക്കൻ സിറ്റി. ചെറിയ സിറ്റിയാണ് വാറ്റിക്കൻ സിറ്റി. വാറ്റിക്കൻ സിറ്റിയിലുള്ള ചർച്ചിലാണ് ഈ പോപ്പുള്ളത്. ഈ പോപ്പ് പറയുന്നതാണ് ഒടുക്കലത്തെ വാക്ക്. അതിന് മേൽ അപ്പീലില്ല. ഇപ്പം നമ്മൾ പറയുന്നില്ലേ സുപ്രീം കോർട്ടിന് മീതെ നമുക്ക് അപ്പീലില്ല. ലോവർ കോർട്ടിൽ നിന്ന് അപ്പീൽ കൊടുത്ത് ഹൈക്കോർട്ടിൽ പോകാം, ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോർട്ട് പോകാം, പക്ഷേ സുപ്രീം കോർട്ടിന് മീതെ ഒന്നുമില്ല. അതുപോലെയാണ് ഈ ക്രിസ്ത്യൻസിന് പോപ്പ് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പ്രാധാന്യമുള്ള പോപ്പ് US പോയി. US പല സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, പല സ്റ്റേറ്റ്സിലും ഒഫീഷ്യൽ വിസിറ്റിന് പല എൻഗേജ്മെൻറ്റ്സും കൊണ്ടാണ് പോപ്പ് തിരിച്ചിരിക്കുന്നത്. അപ്പം ഒഫീഷ്യലായിട്ട് വരുമ്പോഴേ പോപ്പ് US വരുന്നു, ഒഫീഷ്യലായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അവർ അതിൻ്റെതായ ഉള്ള മര്യാദ കാണിക്കും, ഇല്ലയോ? അപ്പം ഏറ്റവും വലിയ നല്ല ഒരു കാറിലാണ് പോപ്പിനെ കൊണ്ടുവരുന്നത്. അപ്പം പോപ്പ് അകത്തിരിക്കുന്നു, ഡ്രൈവർ ഓട്ടിക്കൊണ്ട് വരുന്നു. അപ്പം ഡ്രൈവറുടെ ക്വാളിഫിക്കേഷൻ തന്നെ അങ്ങേയറ്റത്തെ ആയിരിക്കും. അതുമാത്രമല്ല, ഈ കാറെന്ന് പറയുന്നത് ഇതിന് പിന്നോട്ട് വലിക്ക നമ്മൾ ചില പടങ്ങളിലൊക്കെ കണ്ടു കാണും. അതിനകത്ത് സകലതും ഉണ്ട്. വെറും കാറിൻ്റെ നമ്മുടെ കാറിൻ്റെ കൂട്ട് ഒരു സീറ്റ്, അതിന് പിന്നെ ഡിക്കി, അതിന് മുമ്പേ ഉള്ള സീറ്റ്, അതിന് മുമ്പേ ഉള്ള ബോണറ്റ്, എൻജിന്, അതുമാത്രമല്ല ഈ കാറിനെ വലിക്ക അതിനകത്ത് ഡൈനിങ് ടേബിളുണ്ട്, കിച്ചണുണ്ട്, ബെഡ്റൂമുണ്ട്, ബാത്റൂമുണ്ട്, ലൈബ്രറി ഉണ്ട്, എന്ത് സൗകര്യം വേണമെങ്കിലും അതിനകത്ത് ഉണ്ട്. അങ്ങനത്തെ വലിയ ലക്ഷൂറിയസ് കാറിലാണ്, വലിയ ആഡംബരമായിട്ടുള്ള ഒരു കാറിലാണ് പോപ്പിനെ കൊണ്ടുപോകുന്നത്. ഈ കാറിലിരുന്ന് ഇങ്ങനെ പോപ്പ് പോയിക്കൊണ്ടിരുന്നപ്പോഴേ പോപ്പിനൊരു ആഗ്രഹം, ഇത് ഇത്രയും സുഖസൗകര്യമുള്ള കാറാണല്ലോ, ഇതിനെ ഞാൻ ഓട്ടിച്ച് നോക്കിയാലോ ഒന്ന് വിചാരിച്ചു. അപ്പം ഡ്രൈവർ അടുത്ത് പറഞ്ഞു, തോളിൽ തട്ടി, ഞാൻ കുറച്ച് ഇതിനെ ഓട്ടിക്കണമെന്ന് വിചാരിക്കുന്നു, നീ ഇങ്ങോട്ട് മാറ് എന്ന് പറഞ്ഞു. പോപ്പ് പറഞ്ഞാൽ പിന്നെ ഡ്രൈവറിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആജ്ഞ പോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിക്കൊടുത്ത് പുറയിൽ വന്നിരുന്നു. പുറയിലിരുന്ന പോപ്പ് ഡ്രൈവർ സീറ്റിൽ വന്നിരുന്നു. പോപ്പിന് ഭയങ്കര സന്തോഷം, നല്ല കാറ്. ഇപ്പം നമുക്കൊക്കെ സാധാരണ ഒരു കാറിൽ പോകുന്നതിനും ഈ ബെൻസിൽ പോകുന്നതിനും ഓഡിയിലൊക്കെ പോകുമ്പം BMW പോകുമ്പം ഫാസ്റ്റായിട്ട് പോകുമ്പം അതിൻ്റെ ഒരു സുഖം വേറെയാണ്, സത്യം തന്നെയാണ്. വലിയ കുലുക്കമൊന്നുമില്ല, നല്ല ഇങ്ങനെ ഈ ഇതിൽ കാറ്റത്ത് മെതന്നു പോകുന്ന പോലത്തെ ഒരു സുഖം കിട്ടും. അപ്പം അതുപോലെ പോപ്പിന് ഇങ്ങനെ ഓടിച്ച് അതിൻ്റെ സ്പീഡ് കൂട്ടി വരിക. 90, 100, 120, 200, 250 ഇങ്ങനെ സ്പീഡ് കൂട്ടിക്കൊണ്ട് വരിക. സ്പീഡ് കൂട്ട ഭയങ്കര ത്രില്ല് പോപ്പിന്. അപ്പം സ്പീഡ് ലിമിറ്റ് കഴിഞ്ഞു പോയതുകൊണ്ട് US ഒരു പോലീസുകാരെ നിർത്തി, ഈ കാറിനെ നിർത്തിയിട്ട് നോക്കിയപ്പം പോപ്പ് ഡ്രൈവ് ചെയ്യുന്നു. ഡ്രൈവർ സീറ്റിൽ പോപ്പ്, പുറയിൽ വേറെ ഒരാൾ. അപ്പം ഇയാൾക്ക് പുറയിലുള്ള ആൾ ആരാ എന്ന് ആ പോലീസുകാരന് പിടികിട്ടിയില്ല. പോപ്പിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ? അപ്പം അവൻ്റെ ജോലി തെറിക്കും. അപ്പം ഇവൻ കാർ നിർത്തിയിട്ട് പെട്ടെന്ന് ഇവൻ്റെ തലപ്പത്തുള്ള വലിയ പോലീസ് കൺട്രോൾ റൂമിലുള്ള വലിയ പൊസിഷനിൽ ഉള്ള ഒരാളിനെ വിളിച്ച്,
സാറേ എനിക്ക് വലിയ ഒരു ഇര കിട്ടിയിട്ടുണ്ട്, എൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ട്. ആരാടാ? ഇപ്പോൾ നമുക്ക് MLA, MP, ചീഫ് മിനിസ്റ്റർ, അല്ലെങ്കിൽ അങ്ങനെ പ്രൈം മിനിസ്റ്റർ, അങ്ങനെ പലതരത്തിലുള്ള ലെവലിലുള്ള നേതാക്കളും ഉണ്ടല്ലോ. അതുപോലെ ഇതാരാ എന്ന് US നേതാക്കന്മാരുടെ പേരൊക്കെ പറയുന്നു. ഇയാളാണോ, അയാളാണോ, അതാണോ, ഇതാണോ? ഇല്ല 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 ഇല്ല. പിന്നെ നീ ആരെയാ പിടിച്ചു വെച്ചിരിക്കുന്നത്? US പ്രസിഡൻറ്റിനെയാണ് നീ പിടിച്ചു വെച്ചിരിക്കുന്നത്, മര്യാദയ്ക്ക് പറ എന്ന് പറഞ്ഞു. അപ്പം സാറേ എനിക്ക് ഒരു പിടിയുമില്ല. പോപ്പ് ഡ്രൈവ് ചെയ്യുന്ന അളവിന് പോപ്പിനെ ഡ്രൈവറായിട്ട് വെച്ചിരിക്കുന്ന ഒരുത്തൻ പുറയിലിരിക്കുന്നെങ്കിൽ അയാൾ എന്ത് വലിയ ആളായിരിക്കും എനിക്ക് വിചാരിക്കാനേ പറ്റുന്നില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് താങ്കൾ ഏതെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം കഥ ഇവിടെ നിൽക്കട്ടെ. പിന്നെ പോപ്പിന് എന്ത് പറ്റി എന്നുള്ളതൊക്കെ വേറെ കഥ, അതൊന്നും സദ്ഗുരു ഇവിടെ പറഞ്ഞിട്ടില്ല. ഇതിൽ അതിനേക്കാട്ടിലും വലിയ ഒരു എസൻസാണ്, അതിൻ്റെ സാരാംശമാണ് സദ്ഗുരു നമുക്കിവിടെ പറയുന്നത്. അതായത് നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിനെ ഇങ്ങനെ ഓട്ടിക്കൊണ്ട് പോന്നു. ഓക്കെ, നമ്മളുടെ ജീവിതത്തിനെ ഒരു കാറിനെ ഉപമയാക്കി പറയുവാണ്. നമ്മുടെ ജീവിതം ഈസ് ഈക്വൽ ടു കാർ. ഈ ഇത്രയും വലിയ ലക്ഷൂറിയസ് കാറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കണ്ണും മണ്ണും അറിയാതെ ഇങ്ങനെ ഓട്ടിക്കൊണ്ട് പോവുകയാണ്, തലകാലും മനസ്സിലാവുന്നില്ല, നമ്മൾ അങ്ങനെ ഒരു ഇതില്ലാതെ. പക്ഷേ ഇതിൽ നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിനെ ഇങ്ങനെ കാറ് പോലെ ഓട്ടിക്കൊണ്ട് പോകുമ്പോഴും നമ്മൾ എന്തൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു. പക്ഷേ നമുക്ക് തന്നെ ഒരു ക്ലൂ ഇല്ല. ക്ലൂ ഇല്ലയെന്ന് വെച്ചാൽ നമുക്കൊരു എത്തും പിടിയും ഇല്ല. അതായത് നമ്മളുടെ ജീവിതത്തിനെ നയിച്ചുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിനെ ഓട്ടിക്കൊണ്ട് പോകാൻ ഡ്രൈവർ സീറ്റിൽ ആര് വേണം? നമ്മൾ തന്നെ വേണം. എൻ്റെ ജീവിതത്തിനെ നയിച്ചുകൊണ്ട് പോകാൻ എനിക്കറിയണം, ഞാൻ വേണം ഡ്രൈവർ സീറ്റിലിരുന്ന് ഓട്ടാൻ. അല്ലാതെ വല്ലവരെയും കൊണ്ട് ഡ്രൈവർ സീറ്റിലിരുത്തിയാലേ എൻ്റെ ജീവിതം അവൻ്റെ ഇഷ്ടം പോലെ പോകത്തുള്ളൂ. ഞാൻ ജീവിക്കേണ്ട രീതിയിലല്ലായിരിക്കും അത് പോകുന്നത്. അതാണ് ഇവിടെ പറയാൻ വരുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ ജീവിതത്തിൽ ഡ്രൈവർ സീറ്റിൽ ആരായിരിക്കേണ്ടിയേ, ആരായിരിക്കുന്നേ ഇപ്പം എന്ന് ഉള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നമുക്ക്, ഇതിൽ ഞാൻ പറഞ്ഞ പോലെ കർമ്മ ആരെക്കൊണ്ടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. വളരെ വളരെ ഇൻറ്റിമേറ്റായിട്ടുള്ള ഭാര്യയോ ഭർത്താവോ ആരായിരുന്നാലും ശരി, ഒരു വലിയ സ്നേഹമുള്ള അമ്മയുടെ മോൻ ഒരുപാട് കഷ്ടപ്പെടുന്നു എന്ന് വെച്ച്, ദൈവമേ എൻ്റെ മോൻ്റെ കഷ്ടപ്പാട് എനിക്ക് കണ്ട് സഹിക്കാൻ വയ്യ, ഞാൻ കുറച്ച് ആ കഷ്ടപ്പാട് ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ നത്തിങ് ഡൂയിങ്, ഒന്നും നടക്കില്ല. അവനോൻ ചെയ്ത കർമ്മ അവനോന്, അത് അവൻ്റെ നിഴൽ പോലെ അവനെ പിന്തുടരും. അപ്പം അതിനുള്ള കാർമിക് ലൂപ്പിൽ നിന്ന് വെളി വരാനും കാർമിക് അക്കൗണ്ട് സെറ്റിൽ ചെയ്യാനും നമ്മൾ തന്നെ പാടുപെടണം. അതെങ്ങനെയൊക്കെയാണ് സെറ്റിൽ ചെയ്യേണ്ടിയെന്നും നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അതും കൂടെ ഇനിയൊരു പ്രാവശ്യം കൂടെ ഇട്ടിട്ട് കേൾക്കുക. ഓക്കെ, അതാണ്. അപ്പം ഈ രണ്ട് കഥയിൽ നിന്നും നമുക്ക് തുടക്കത്തിൽ തന്നെ കർമ്മയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സദ്ഗുരു നമുക്ക് മനസ്സിലാക്കി തന്നു. മൂന്നാമത്തെ പോയിന്റ്, ഈ കാർമിക് സൈക്കിൾ, അതായത് ഈ കാർമിക് ലൂപ്പിൽ നിന്ന് എങ്ങനെ വെളി വരണം. ഫസ്റ്റ് അക്നോളേജ് ചെയ്യണം. അതായത് നമ്മൾ ചെയ്ത തെറ്റിനെ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് അതിനെ ശരിവെച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ ചെയ്തത് തെറ്റാ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് അതിന് പശ്ചാത്തപിക്കണം. മൂന്നാമത് നമ്മൾ ആരെ നമ്മൾ നോവിപ്പിച്ചോ അവരുടെ അടുത്ത് സോറി കേൾക്കണം. ഉള്ളിൽ നിന്ന് സോറി കേൾക്കണം. ഇപ്പം അങ്ങനെ സോറി കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഓപ്പനോ ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ ആത്മാവെടുത്ത് നമ്മൾ മനസ്സ് ഉരുകി പറയുമ്പം ആ ആത്മാ മനസ്സിലാക്കും, നമ്മുടെ ആത്മായും മനസ്സിലാക്കും. അപ്പോൾ അതാണ് സ്റ്റേജ് 1. സ്റ്റേജ് 2 എന്തുവാ? ഒരു പാക്കേജായിട്ട് ചെയ്യണമെന്നും പറഞ്ഞു. അതായത് അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് എങ്ങനെയാണെന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് മെഡിറ്റേഷൻ ചെയ്യണം, അഹിംസ വഴിയിൽ പോകണം, മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കണം, ഒരുപാട് നല്ല സ്പിരിച്വൽ ബുക്സ് വായിക്കണം, മെഡിറ്റേഷൻ ചെയ്യുന്നവരുടെ കൂടെ സത്സംഗം വെച്ചോണം. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുന്നത് ഇനിമേൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം ആയിരിക്കണം. ഇതിനു പുറമേ നമ്മൾ ശരിക്കും സർവീസ് ചെയ്യണം. അതായത് ഒരു കെട്ട കർമ്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 10 നല്ല കർമ്മ ചെയ്യണം. അപ്പോഴേ ഇത് കോമ്പൻസേറ്റ് ആവത്തുള്ളൂ.
അപ്പം ഈ ജന്മത്ത് തന്നെ നമ്മൾ കുറേ തെറ്റുകൾ ചെയ്തു. കഴിഞ്ഞ ജന്മത്തൊക്കെ എവിടെ ഇരുന്നു, എങ്ങനെയായിരുന്നു ഒന്നും അറിഞ്ഞുകൂടാ. എന്തൊക്കെ ചെയ്തു എന്നും എത്ര ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്നും അറിഞ്ഞുകൂടാ. നമ്മുടെ സഞ്ചിത കർമ്മയിൽ എത്രയൊക്കെ കുഴപ്പമുണ്ടെന്നും ഒരു പിടിയുമില്ല. അപ്പം ഇതിനെ എന്നും നമ്മൾ ഡിസെക്ട് ചെയ്ത് നോക്കാൻ പറ്റില്ല. അപ്പം ഓൺലി തിങ് ഈസ് കണ്ണടച്ച് ഇനിമേൽ ജീവിതത്തിൽ ആലോചിക്കുക, എത്ര ഞാൻ മറ്റവർക്ക് സർവീസ് ചെയ്യാം, എന്തൊക്കെ രീതി ചെയ്യാവോ ആ രീതിയിൽ ഇപ്പം തന്നെ തുടങ്ങുക. അപ്പോഴേ നമുക്ക് കുറേ നാൾ പോകുമ്പോഴെങ്കിലും നമ്മളുടെ കാർമിക് അക്കൗണ്ടിനെ സെറ്റിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതിൽ മൂന്നാമത്തെ പോയിന്റ് സദ്ഗുരു പറയുന്നത്, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 5 ലേയേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഉള്ളി പൊളിക്കുന്ന പോലെ, സവാള പൊളിച്ചെടുക്കുന്ന പോലെ നമ്മളുടെ ദേഹത്തിനെ 5 ലെയറാണ് ഇങ്ങനെ നമ്മളെ ചുറ്റിയിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എനിക്കറിയാം. ഇതൊക്കെ സംസാരിക്കുമ്പം എനിക്ക് അതിനെ തൊട്ട് പോയാൽ മതി. അതുകൊണ്ടാണ് ഈ 50% അറ്റാച്ച്മെൻറ്റ്, 50% ഡിറ്റാച്ച്മെൻറ്റ്, ഈ 5 ലേയേഴ്സ്, ആ കാര്യങ്ങളൊക്കെ നേരത്തെ, സെൽഫ് ഹീലിങ്, അങ്ങനെ ഓപ്പനോപ്പോനോ, മറക്കുക, ക്ഷമിക്കുക, മറക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബിറ്റായിട്ട് ഓരോ വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എനിക്കറിയാം. പുറയിൽ നമ്മൾ പറയാൻ പോകുന്നതിനെല്ലാം മുന്നോടിയായിട്ടാണ് അതിനെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം മൈൻഡ്ഫുൾനെസ്, അവെയർനെസ്, ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാലേ മതി, നമുക്ക് മുക്തി ഉറപ്പാണ്. ഓക്കെ, പിന്നെ മനസ്സ്, കർമ്മ, ധ്യാനം, ഇതെല്ലാത്തിനെക്കുറിച്ച് നമ്മൾ നോക്കിക്കൊണ്ട് വരുവാണ്. ഓക്കെ, അപ്പം മൂന്നാമത്തെ ഈ 5 ലെയറിനെ കുറിച്ച് പറഞ്ഞപ്പം ഏതൊക്കെയാണ് 5 ലെയർ? ഫിസിക്കൽ ബോഡി, അന്നമയ കോശ, അടുത്തത് മെൻ്റൽ ബോഡി, മനോമയ കോശ, അതിൻ്റെ അടുത്തത് ആസ്ട്രൽ ബോഡി, പ്രാണിക് ബോഡി, എനർജി ബോഡി. ഓക്കെ, അത് പ്രാണമയ കോശ. പിന്നെ ഇനി 2 ഉണ്ട്, വിജ്ഞാനമയ കോശ, അടുത്തത് ബ്ലിസ് ബോഡി. ബ്ലിസ് ബോഡി എന്ന് പറഞ്ഞാൽ ആനന്ദമയ കോശ. ഇത് 5 ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ഇതിൽ വേറെയും ഒരു പോയിന്റ് പറഞ്ഞു. നമുക്ക് ഈ നമ്മുടെ കളിയെല്ലാം ഈ ഫസ്റ്റ് 3 ലെയറിലായിരിക്കും. എന്താ വെച്ചാൽ ഈ വിജ്ഞാനമയ കോശായും ആനന്ദമയ കോശായും നമുക്ക് അവിടെ എത്തിയാൽ മാത്രമേ നമുക്കത് എന്തുവാന്ന് മനസ്സിലാകത്തുള്ളൂ. ഒരുപാട് പേര് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കേൾക്കാം. പക്ഷേ അത് എന്തുവാന്ന് സ്വയം നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ നമുക്കത് എന്തുവാന്ന് ഫുള്ളായിട്ട് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ 2 ലേയേഴ്സിനെ മാറ്റി വയ്ക്കാം. നമ്മളുടെ സംസാരം, നമ്മളുടെ കാര്യങ്ങൾ, ഇതെല്ലാം ഫസ്റ്റ് 3 ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, ആസ്ട്രൽ ബോഡി, ഇതിലാണ്. ഇപ്പം സദ്ഗുരുവിന് എപ്പോഴേ പറയും, യോഗിക് കൾച്ചറിൽ അദ്ദേഹം വലിയ ഒരു യോഗ ടീച്ചറാണ്. ഒരുപാട് യോഗയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്താൽ അറിയാം. ഈഷ യോഗ സെൻറ്ററിൽ അല്ലെങ്കിൽ ഈഷ യോഗ സെൻറ്ററിൻ്റെ ബ്രാഞ്ചിൽ പോയി നമുക്ക് യോഗ പഠിക്കുമ്പോൾ അറിയാം എത്ര നല്ല വീഡിയോകളാണ് എടുത്തിരിക്കുന്നത്. അതിലൊരു യോഗ ചെയ്യുന്ന ഒരാളിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അങ്ങേരുടെ ബോഡിയൊക്കെ കണ്ടാൽ അങ്ങനെ വില്ല് പോലെ വളയും. അതിനകത്ത് ബോഡിക്കകത്ത് എല്ലുണ്ടോ ഇല്ലയോ എന്നേ നമുക്കറിയത്തില്ല. അത്രയ്ക്ക് ബെസ്റ്റ് കോൺട്രിബ്യൂഷനാണ് അത് ചെയ്തു വച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ യോഗിക് കൾച്ചറിൽ സദ്ഗുരു എപ്പോഴും പറയും, യോഗിക് കൾച്ചറിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ഈ പ്രാണമയ കോശ. പ്രാണമയ കോശ എന്ന് പറഞ്ഞാൽ എനർജി ബോഡി. ഓക്കെ, അദ്ദേഹം പറയുന്നതെല്ലാം ഈ എനർജി ബോഡിയുടെ വെച്ചുകൊണ്ടാണ് എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം സദ്ഗുരു പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ ഈ കർമ്മ എന്ന് പറയുന്നത് ഈ 3 ലെയറിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പം ഒരാൾ ചെയ്ത കർമ്മ അവനെ ബാധിക്കണമെങ്കിൽ അവൻ ഈ ഫിസിക്കൽ ബോഡിയിൽ ബാധകം കൊണ്ടുവരും, മെൻ്റൽ ബോഡിയിൽ അതിൻ്റെ ഇഫക്റ്റ് അറിയും, പ്രാണിക് ബോഡിയിലും അതിൻ്റെ ഇഫക്റ്റ് അറിയും. പക്ഷേ നമ്മൾ എപ്പം ഈ 3 ലെയറിനെയും കടന്ന് വിജ്ഞാനമയ കോശത്തിൽ പോകുമ്പം അല്ലെങ്കിൽ ആനന്ദമയ കോശത്തിൽ ബ്ലിസ്ഫുൾ ബോഡിയിൽ ഇരുന്നാൽ ഈ കർമ്മ ഒന്നും നമുക്ക് ബാധകമല്ല. അതിനിടയ്ക്ക് നമ്മുടെ കർമ്മ എല്ലാം അക്കൗണ്ട് സെറ്റിലായിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴെങ്ങും നമുക്ക് ഈ വിജ്ഞാനമയ കോശായും ആനന്ദമയ കോശായനും തൊടണ്ട. എന്നുവെച്ചാൽ നമ്മുടെ അക്കൗണ്ട് സെറ്റിൽമെൻറ്റ് ഇനി ആയിട്ടില്ല. അതിന് തന്നെ കുറേ വർഷങ്ങളെടുക്കും, ജന്മങ്ങളെടുക്കും. ഓക്കെ,
എന്തായിരുന്നാലും നമ്മളതിനെ സ്പീഡപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇത്രയൊക്കെ നമ്മൾ ഒരു 2-3 മാസത്തിനകം ഇത്രയും നമുക്ക് പുരോഗമനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് സ്പീഡപ്പ് ചെയ്യാം, ഫാസ്റ്റ് ട്രാക്കിൽ തന്നെ ഓടാം. ഓക്കെ, അപ്പം കർമ്മ എന്ന് പറയുന്നത് 3 ലെയറിനെയും ബാധിക്കും. അപ്പം നേരത്തെ ഈ മനസ്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. മനസ്സ്, നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം 4 എണ്ണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലയോ. അപ്പം പൊതുവെ ഈ മനസ്സെന്ന് പറയുന്നത് എങ്ങനെ? മനസ്സെന്ന് വെച്ചാൽ എന്തുവാ? ഇത്രയും മനുഷ്യജന്മങ്ങൾ എടുത്തപ്പം ഉണ്ടായ അനുഭവങ്ങൾ, അതിൽ നമ്മൾ ചെയ്തു കൂട്ടിയ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കർമാസ് എല്ലാം നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കും. ഇംപ്രിൻറ്റ്സ് എന്ന് പറയും. പ്രിൻ്റ് അടിച്ച പോലെ, ഒരു ബുക്കിലെ ഒരു പേപ്പറിൽ പ്രിൻ്റ് അടിച്ച പോലെ അതിന് പതിഞ്ഞ് വെച്ചിരിക്കും. ഓക്കെ, അത് അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴുമേ നല്ല സംസർഗം വേണമെന്ന് പറയുന്നത്. നല്ല സംസർഗം എന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പം നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഈ വീഡിയോകളെല്ലാം കേൾക്കാൻ തുടങ്ങി, നമ്മൾ മുക്തിയെ നോക്കി യാത്ര ചെയ്യുന്നു എല്ലാവരും ഒന്നിച്ച്. അങ്ങനെ ഉള്ളപ്പം ഇങ്ങനത്തെ ആൾക്കാരുടെ സംസർഗം മാത്രമേ നമുക്ക് ആകാവൂ. ഇങ്ങനെ ഈ പാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മളിനി ഫ്രണ്ട്ഷിപ്പ് വെച്ചോളാവൂ. അല്ലാത്തവരെയൊക്കെ പതുക്കെ മാറ്റുക. അതുമാത്രമല്ല, അത് നമ്മൾ മാറ്റേണ്ട കാര്യമില്ല, ആരെയും നമ്മളായിട്ട് മാറ്റേണ്ട കാര്യമില്ല, അത് പ്രപഞ്ചം ചെയ്തോളൂ. നമ്മൾ എത്ര ദൂരം ഈ മുക്തി കിട്ടാൻ തീവ്രത കാണിക്കുന്നോ അത്രയും എളുപ്പം പ്രപഞ്ചം നമുക്ക് സഹായിക്കും, അതിൻ്റെ ഡബിളായിട്ട് സഹായിക്കും. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്താൽ 10 സ്റ്റെപ്പ് എടുത്തുകൊണ്ട് വരും ഇങ്ങോട്ട്. അങ്ങനെ എടുത്ത് തരുമ്പം ഈ വേണ്ടാത്ത സംസർഗം എല്ലാം നമ്മളെ വിട്ട് മാറും. അങ്ങനെയാണ് ചിലർ നമ്മളുടെ കൂടെയേ കുറച്ച് നാളാകുമ്പം ഒരു 10 വർഷം 15 വർഷമൊക്കെ ഇരിക്കും. പിന്നെ പതുക്കെ അവരുടെ സ്വഭാവം മാറുമ്പം നമ്മളിൽ ഇരുന്ന് അവർ അകന്നു പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ഇപ്പോൾ ഒരു 10 വർഷം 15 വർഷം നല്ല ഒരു ബന്ധത്തിലായിരിക്കും. അവർ നമ്മളെ വിട്ടിട്ട് പോയാൽ നമ്മൾ അതിനു വേണ്ടി ദുഃഖിക്കണ്ട. എന്താ വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ അവരുടെ റോൾ പ്ലേ 15 വർഷം റോൾ പ്ലേ ചെയ്തു തീർന്ന ഉടനെ അവരങ്ങ് മാറി. അതിനുവേണ്ടി യാതൊരു ദുഃഖവും വേണ്ട. ഓക്കെ, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധങ്ങളിനെല്ലാം താലി കെട്ടി വലിയ ഒരു ബന്ധമായിട്ട് അതിനെ പറഞ്ഞ് സൊസൈറ്റിയിൽ വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് ആവശ്യമാണ്. എന്നുവെച്ചാൽ ഈ ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നത് രക്തബന്ധം ഇല്ലാത്ത ഒരിതാണ്. ഇപ്പോൾ ഒരു അമ്മയും മോളും, അല്ലെങ്കിൽ അമ്മയും മോനും അച്ഛനും മോനും ഒക്കെ ഉണ്ടെങ്കിൽ അവർ എന്തു തന്നെ പറഞ്ഞാലും വഴക്കിട്ടാലും കുറച്ച് കഴിയുമ്പം എൻ്റെ അച്ഛനല്ലയോ ഞാനങ്ങനെ സംസാരിച്ചിരിക്കരുത്, അല്ലെങ്കിൽ എൻ്റെ മോനല്ലയോ ഞാനങ്ങനെ സംസാരിച്ചിരിക്കരുത് എന്ന് ആ രക്തബന്ധം. എപ്പോഴേ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഒരു പഴഞ്ചൊല്ല്, ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. അപ്പം ഈ ബ്ലഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതങ്ങനെയാണ്. ഇപ്പം ഒരു അമ്മയും മോനും തന്നെ ഒരു 10 വർഷം സംസാരിച്ചില്ലെങ്കിൽ പോലും എത്രയോ വർഷം കഴിഞ്ഞ് കാണുമ്പം അതെല്ലാം മറക്കും, കെട്ടിപ്പിടിച്ച് പഴയ സ്നേഹം വരും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധം അങ്ങനല്ല, അതിൽ ബ്ലഡ് റിലേഷൻഷിപ്പ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഒടുക്കം വരെ നീട്ടിച്ച് കൊണ്ടുപോകാനാണ്. എന്നുവെച്ചാൽ നമുക്ക് പല കടമകളുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇപ്പം ഇവിടെയൊക്കെ കേൾക്കുന്നതൊക്കെ കാണുമ്പോൾ എന്തുവാ, 100 പവനിട്ട് അല്ലെങ്കിൽ 1 കിലോ സ്വർണ്ണം ഇട്ട് 2 കിലോ സ്വർണ്ണം ഇട്ട് വലിയ ഒരു ഓടി കാറും വാങ്ങിച്ച് ഒരു 10, 30, 40 കോടിയുടെ വീടുമൊക്കെ കൊടുത്തായിരിക്കും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുക്കുന്നത്. പക്ഷേ പെണ്ണ് പോയി 1 മാസത്തിനകം ഡൈവേഴ്സിന് വേണ്ടി ഫാമിലി കോർട്ടിലായിരിക്കും ഓടുന്നത്. അങ്ങനെയൊക്കെ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതും തിരുവനന്തപുരത്തെ ഫാമിലി കോർട്ടിലാണ് മാക്സിമം ഡിവോഴ്സ് കേസ്. ഓക്കെ, അതൊക്കെ വേറെ കാര്യം, എന്നാലും ഞാൻ പറയുവാണ്. അപ്പോൾ എന്തിനാണ് പറയാൻ വന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കളുടെ ബന്ധങ്ങൾ ഒരുപാട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ് സൊസൈറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതെല്ലാമേ ശരിയാണ്, അത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മൾ ഈ 5
പഞ്ചേന്ദ്രിയങ്ങൾ വഴി, കണ്ണ്, കാത്, മൂക്ക് പോലെ 5 പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമ്മൾ വെളിയിൽ കാണുന്നതിനെ വെച്ചായിരിക്കും നമ്മളുടെ മനസ്സിൽ ഈ പതിയുന്നത് ഓരോ കാര്യങ്ങളായിട്ട്. അപ്പം ഈ അകത്ത് പോകുന്നത് വെച്ചുകൊണ്ടായിരിക്കും നമ്മളുടെ പെരുമാറ്റം. അതിനാണ് പറഞ്ഞത് ഈ സംസർഗം നന്നായിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ സംസർഗം നന്നായിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ കൂടെയൊക്കെ ബന്ധം പുലർത്തുന്നോ അവരുടെയൊക്കെ രീതിയും നല്ലതായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിലിരുന്ന് വളരെ സൂക്ഷിച്ച് അങ്ങനത്തെ ബന്ധങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ശക്തി നമുക്ക് വേണം. അല്ലെങ്കിൽ എന്തു ചെയ്യുന്നോ അവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മളും അങ്ങ് പോയി ചേരും. അപ്പം അതായത് ഇപ്പം ഒരാൾ എന്നും ഓഫീസ് വിട്ട് വരുമ്പം കുടിക്കും. അപ്പം അവൻ്റെ കൂടെ ഒരാൾ ഫ്രണ്ട്ഷിപ്പായാൽ ക്രമേണ എന്തോ ആകും, ഈ ഫ്രണ്ടും അവൻ്റെ കൂടെ ചേർന്ന് കുടിക്കാൻ തുടങ്ങും. ആണല്ലോ. അതേപോലെ ചിലർ വലിയ ആൾക്കാരായിരിക്കും, പക്ഷേ ഈ സംസാരം വളരെ ലോ ആയിട്ടിരിക്കും. നാക്കെടുത്ത ചീത്ത വർത്താനം പറയും. ഒരുപാട് പഠിച്ച ആൾക്കാരായിരിക്കും, വലിയ പൈസയും പണവും എല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ വായി തുറന്നാൽ ചീത്ത വർത്താനമേ വരത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഉള്ള ഒരാളിൻ്റെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാൽ നമ്മൾ ഈ കാതിൽ എപ്പോഴും കേൾക്കുന്നത് ഈ ചീത്ത വർത്താനങ്ങളായിരിക്കും, ലോ ക്വാളിറ്റി സംസാരമായിരിക്കും. അപ്പം ഈ ലോ ക്വാളിറ്റി നമ്മൾ കേട്ട് നമ്മുടെ ബുദ്ധിക്കകത്ത് ഇട്ടാൽ നമ്മളുടെ ബിഹേവിയറൽ ടെൻഡൻസി എന്ന് പറയും. ബിഹേവിയറൽ ടെൻഡൻസി എന്ന് വെച്ചാൽ നമ്മളുടെ പെരുമാറ്റം കുറേശ്ശെ അവരുടെ കൂട്ടാകും. ഇപ്പം ഈ പെരുമാറ്റം കുറേശ്ശെ എന്തുവാകും, നമ്മുടെ പേഴ്സണാലിറ്റി ആകും. പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ നമ്മളുടെ വ്യക്തിത്വം. അപ്പം നമ്മളുടെ വ്യക്തിത്വത്തിനെ തന്നെ മാറ്റാൻ പറ്റും നമ്മൾ ആരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുന്നു എന്നുള്ളത്. അതൊക്കെ സത്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ചേരേണ്ട സ്ഥലത്ത് ചേരണം. നമ്മൾ ആരുടെ കൂടെ സംസാരിക്കുന്നു, ആരുടെ കൂടെ എല്ലാം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഒരുപാട് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിത്വം തന്നെ അങ്ങ് പോകും. അതാണ് പറഞ്ഞ് ഡ്രൈവർ സീറ്റിൽ ആരിയ്ക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എല്ലാത്തിനെയും ജോയിനിങ് ദ ഡോട്ട്സ് ഇട്ടിട്ട് ചേർക്കേണ്ടത്. അപ്പം നമുക്ക് എന്തുവാ പറയുന്നത്, ഇപ്പം ഈ ഫ്രണ്ട്ഷിപ്പും എല്ലാം നല്ല രീതിയിൽ ഇരുന്നാൽ മാത്രമേ നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ഞാൻ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ചിലരുണ്ട് എപ്പോഴും ചിരിച്ച മുഖത്തോടെ ഇരിക്കും. എന്തും മനസ്സിൽ പ്രയാസം ഉണ്ടെങ്കിലും വെളി കാണിക്കത്തില്ല. ചിലർ ചിരിച്ച മുഖത്തോടെ ഇരിക്കും, ചിലർ ശാന്തമായിട്ടിരിക്കും. എന്തോ തന്നെ വെളിയിൽ നടന്നാലും, പുയലടിച്ചാലും സുനാമി വന്നാലും അതൊക്കെ അവരുടെ ഫാമിലിയിൽ കാണും, ഇല്ലയെന്നല്ല. പക്ഷേ അവരെപ്പോഴും ശാന്തമായിട്ടിരിക്കും. ഈ മൈൻഡ് എപ്പോഴും ബീറ്റാ സ്റ്റേറ്റിൽ കിടന്ന് തിളയ്ക്കാതെ ആൽഫ സ്റ്റേറ്റിലായിരിക്കും. അപ്പം അങ്ങനത്തെവരുടെ കൂടെ നമുക്ക് സംസർഗം വെച്ചാൽ നല്ലത്. ഇനി നമ്മളും അവരെ കണ്ടുപഠിക്കും. ഇതാ കണ്ടുപടി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടുപഠിക്കുമ്പം നമ്മളുടെ പെരുമാറ്റവും അതിനേറ്റ പോലെ മാറും. അപ്പം നമ്മളുടെ വ്യക്തിത്വം നന്നായിട്ട് വരും. അപ്പം നമ്മളെ ചുറ്റിയുള്ളവർ എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നുള്ളതും അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പാഠങ്ങൾ കണ്ടുപഠിക്കുന്നു എന്നുള്ളതും നമ്മൾ ബോധപൂർവം ചെയ്യണം, കോൺഷ്യസ് ആയിട്ട് ചെയ്യണം. അപ്പം ഒരാൾ എന്നും ഒരു ചീത്ത സ്വഭാവത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചീത്ത വർത്തമാനങ്ങൾ പറയുന്നു വെച്ചാൽ പതുക്കെ അവിടെ നിന്ന് നമ്മൾ മാറണം. നീ ചീത്ത വർത്തമാനം പറയുന്നു, അതുകൊണ്ട് നാളെ തൊട്ട് നിൻ്റെ അടുത്ത് സംസാരിക്കത്തില്ല, കട്ടിയാണ്, അല്ലെങ്കിൽ നിൻ്റെ കൂടെ സംസർഗം എനിക്ക് വേണ്ട, അങ്ങനൊന്നും പറയരുത്, ഒന്നുമേ പറയരുത്. പതുക്കെ നമ്മളങ്ങ് അവിടെ നിന്ന് മാറണം. കുറച്ച് ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെച്ചാൽ മതി, അവർ തന്നെത്താനെ നമ്മളെടുത്തുനിന്ന് വിലക്കും പ്രപഞ്ചം. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം. അപ്പം നമ്മൾ ഇനി വളരെ സൂക്ഷിച്ച് വേണം നമ്മളിനി പെരുമാറാൻ എന്ന് വെച്ചാൽ വളരെ സൂക്ഷിച്ച് വേണം ജീവിക്കാൻ. അതാണ് ഈ കർമാക്കളിനെ കുറിച്ച് ഇത്രയും നമ്മൾ പഠിച്ചതിൻ്റെ അർത്ഥം. അപ്പം ഏത് കേൾക്കുന്നു, ഏത് വായിക്കുന്നു, ആരുടെ കൂടെ നമ്മൾ പഴകുന്നു, ഏത് രീതിയിൽ നമ്മൾ ഇരിക്കുന്നു, നല്ല ഹൈ ക്വാളിറ്റിയിലുള്ളവരുടെ കൂടെ ചെയ്താൽ നല്ല രീതിയിൽ പോകും.
അല്ല, വളരെ തറ പരിപാടിയുടെ പെരുമാറ്റമുള്ളവരുടെ കൂടെ നമ്മളും പോയി ചേർന്നാൽ നമ്മളുടെ നല്ല സ്വഭാവവും പോകും, അവരുടെ തറ സ്വഭാവമായിരിക്കും നമുക്കും വരുന്നത്. എപ്പോഴുമേ നല്ല സ്വഭാവങ്ങൾ കണ്ടുപിടിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് നല്ല നിലയിലിരുന്ന് താഴ്ന്നു പോകാൻ എളുപ്പമാണ്. എന്നുവെച്ചാൽ വെള്ളം മേളിൽ നിന്ന് താഴോട്ടാണ് ഓടി വരുന്നത്, അത് എളുപ്പമാണ്. താഴേന്ന് മേളിൽ കൊണ്ടുപോകാനാണ് നമുക്ക് മോട്ടർ വേണ്ടിയത്. അതുപോലെ നമ്മളുടെ ലെവലിൽ നിന്ന് ഉയരാനാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഉയർന്നു പോകുമ്പം, മഹാനാകുമ്പം, നമ്മളുടെ മനുഷ്യ നിലയിലിരുന്ന് ദൈവനിലയ്ക്ക് ഉയരുമ്പോൾ അത് കുറച്ച് പ്രയാസമാണ്. അതിന് മോട്ടറിട്ട് വെള്ളം കയറ്റുന്ന പോലെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് വേണം, അപ്പോഴേ നമുക്ക് നല്ല നിലയിൽ വരാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഏത് ഇനി ചെയ്താലും ബോധപൂർവം, ബുദ്ധിപൂർവം ആലോചിച്ച് ചെയ്യണം. എല്ലാത്തിനെയും കേട്ടതെല്ലാം അകത്തിടുക, കാണുന്നതെല്ലാം അകത്തിടുക വേണ്ട. അവിടെ നമ്മൾ ഫിൽട്ടർ വെച്ചേക്കും. ഫിൽട്ടർ വെച്ച് അതിനെ വടികെട്ടി അതിനെ ഈ അരിപ്പ് വെച്ച് നമ്മൾ ചായ അരിപ്പ് വെച്ച് നമ്മൾ വടിച്ചെടുക്കുന്നില്ല, അതുപോലെ നല്ലത് മാത്രം ഇനി അകത്തിടുക. ഓക്കെ, അപ്പം നല്ലത് മാത്രം ഇടുമ്പോൾ എന്തുവാകും? നമുക്ക് കെട്ട കർമാക്കൾ ചെയ്യാൻ തോന്നത്തില്ല. അതാണ് അതിൻ്റെ സാരാംശം. കെട്ട കർമാക്കൾ ചെയ്യാൻ തോന്നത്തില്ല. അപ്പം നമ്മൾ നല്ലതേ ചെയ്യൂ, അപ്പം നമുക്ക് നല്ലതേ വരൂ. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പം അതൊക്കെയാണ് നമുക്ക് സദ്ഗുരുവും പറയുന്നത്. ഓക്കെ, ഇനി 1-2 കാര്യങ്ങളും കൂടെ പറയാം. അതായത് സദ്ഗുരു ഈ വാസന എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഈ കണ്ട് കേട്ട് നമ്മുടെ മനസ്സിനകത്ത് ഇടുന്നില്ലയോ, അതൊക്കെയല്ലയോ മനസ്സിൽ ഓരോ ലെയറായിട്ട് ഇങ്ങനെ പടിഞ്ഞ് വരുന്നത്. അതിനെയാണ് കാർമിക് ഇംപ്രിൻറ്റ്സ് എന്ന് വെച്ചാൽ പ്രിൻ്റ് അടിച്ച് നമ്മൾ ഒരു ബുക്കാക്കുന്നു. ഓരോ പേജും അടിച്ചടിച്ച് അതിനെ ബുക്കാക്കുന്നു. അതുപോലെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അകത്ത് പോയി നമ്മുടെ സബ് കോൺഷ്യസ് ലെവലിൽ അങ്ങനെ പോയി പതിഞ്ഞ് ലെയറായിട്ടിരിക്കും. അതിന് പേരാണ് ഇംപ്രിൻറ്റ്സ്. അതിന് സദ്ഗുരു പറയുന്ന ഒരു വാക്ക്, സദ്ഗുരുവിൻ്റെ വാക്കല്ല, ഇത് സാൻസ്ക്രിറ്റ് വാക്കാണ്, പക്ഷേ സദ്ഗുരു ബുക്കിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തുവാ? വാസന. അപ്പം ഈ വാസന എന്നുള്ളത്, ശരിക്കും പറഞ്ഞാൽ വാസന എന്ന് പറഞ്ഞാൽ സ്മെല്ല്, മണം. അപ്പം അവനവൻ്റെ വാസന, ഇതൊക്കെ നമ്മൾ എന്നും ഡെയിലി ലൈഫിൽ നമ്മളുടെ കൾച്ചറിൽ ഉപയോഗിക്കുന്നതാണ്. അവൻ്റെ വാസനയല്ലയോ, അങ്ങനെയല്ലേ ഇരിക്കത്തുള്ളൂ. അത് കൊണ്ടുവന്നത് അതിൻ്റെ വാസന അങ്ങനെ, അതുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിക്കുന്നേ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ വാസന എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു നല്ല പൂവുണ്ട്, അതിന് നല്ല മണമുണ്ട്. അപ്പോൾ നമുക്ക് ആ പൂവിൻ്റെ കൂടെ ഒരു സ്നേഹം തോന്നും. അങ്ങനെയാണ് ഈ മണം വെച്ചാണ് ഈ വണ്ടിനെ അത് അട്രാക്റ്റ് ചെയ്യുന്നത്. ആ മണത്തിലായിരിക്കും വണ്ട് വരുന്നത്. വണ്ട് വന്ന് അകത്ത് കയറുമ്പം അതിൻ്റെ തേനെടുത്തോണ്ട് പോകുന്നു, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം ഇപ്പം മനുഷ്യന് എന്തുവാ വാസന കൊണ്ട് ലാഭമെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വാസനയാണ് വെളിയിൽ വരുന്നത്. അപ്പം കഴിഞ്ഞ ജന്മം, അതിൻ്റെ മുൻപത്തെ ജന്മം, അതുകൊണ്ടല്ലേ പറയുന്നത്, നീ ഇവൻ നല്ലത് പറയുമ്പോൾ, ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലും ഒരു വർത്താനം അങ്ങനെ ഉണ്ട്. ഒരു കൊച്ചു നല്ലത് ചെയ്യുമ്പം അവൻ എൻ്റെ കൂട്ടാ എന്ന് ഭർത്താവ് പറയും. എൻ്റെ മോന് അവൻ എൻ്റെ കൂട്ടാ എന്ന് ഭാര്യ പറയും. ഇപ്പം ഇതിലൊന്നും ഒരു തർക്കവും വേണ്ട. അമ്മയുടെയും അച്ഛൻ്റെയും ഗുണങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. പക്ഷേ അമ്മയുടെയും അച്ഛൻ്റെയും മാത്രമല്ല, എത്രയോ തലമുറകളായിട്ട് ഉള്ള ആൾക്കാരുടെയും നമ്മളുടെ DNA-യിലും ഉണ്ട്, നമ്മുടെ ജീൻസായിട്ട് വരും. അതാണ് പാരമ്പര്യം. ഓക്കെ, അതുകൊണ്ടാണ് അവരുടെ ഒരാളിനെ കുറിച്ച് നോക്കുമ്പം അയാളുടെ അമ്മയച്ഛനും എങ്ങനെ, അതിൻ്റെ മുമ്പത്തെ തലമുറ എങ്ങനെയായിരുന്നു, അതിൻ്റെ മുമ്പത്തെ തലമുറ എങ്ങനെയായിരുന്നു, അതെല്ലാം ആൾക്കാർ നോക്കിയിട്ടാണ് ഒരു പെണ്ണെടുക്കുന്നതും പെണ്ണ് കൊടുക്കുന്നതും അതൊക്കെ അക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, ഇപ്പോഴാണല്ലോ ഇൻ്റർനെറ്റിൽ നോക്കി മാട്രിമോണിയലിൽ നോക്കി കൊടുക്കുന്നത്. അല്ലെങ്കിൽ കാണുമ്പോൾ ലവ്, അടുത്ത ദിവസം കല്യാണം, അതിൻ്റെ അടുത്ത ദിവസം ഡിവോഴ്സ്, അങ്ങനെ പോകുന്നത്. പക്ഷെ അക്കാലത്ത് അങ്ങനൊന്നുമല്ല. അപ്പോൾ ഇതിനെല്ലാം ഈ വാസനയാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എത്ര ദൂരം പരിമളിക്കുന്നു എന്നുള്ളത് നമ്മളുടെ ഉള്ളിലുള്ള വാസനയാണ്. അപ്പം ഈ വാസന എന്ന് പറയുമ്പം എനിക്ക്
2 ചെറിയ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഇതൊന്നും സദ്ഗുരുവിൻ്റെ ബുക്കിലുള്ളതല്ല. ഞങ്ങളുടെ അമ്മൂമ്മ എപ്പോഴും ഒരു കാര്യം പറയും. ഈ വാസന വാസന എന്നൊക്കെ പറയും. ഈ കർമ്മ, വാസന ഇതെല്ലാം സദാസർവ മായ. ഇതൊക്കെയാണ് ഞങ്ങളുടെ അമ്മൂമ്മയ്ക്ക് വലിയ ഇഷ്ടം. അപ്പോൾ കൊച്ചിലേ തൊട്ട് ഇതൊക്കെ കേട്ടാണ് ഞാൻ വളർന്നത്. അപ്പം ഞങ്ങളുടെ അമ്മൂമ്മ ഒരു കാര്യം പറയും, ഒരുപാട് പഴഞ്ചൊല്ല് പറയും. അപ്പം ഈ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്നുകൊണ്ടായിരിക്കാം, ഭയങ്കര പഴഞ്ചൊല്ലാണ്. അപ്പം പറയും, രാജകന്യകയാനാലും പൂർവജന്മം പുനാപുന എന്ന് പറയും. പല പ്രാവശ്യം പറയും. അപ്പം ഞാനൊക്കെ കൊച്ചായിരുന്നു. അപ്പം ഞാൻ അമ്മച്ചി, ഞങ്ങൾ അമ്മച്ചി എന്നാണ് വിളിക്കുന്നത്, അമ്മച്ചി അതിൻ്റെ അർത്ഥം എന്തുവാ എന്ന് വെച്ചാൽ 10 പ്രാവശ്യം കേട്ടാലേ അതിൻ്റെ ഉള്ളർത്ഥം മനസ്സിലാവുന്നില്ല. രാജകന്യകയാനാലും പൂർവജന്മം പുനാപുന. അതായത് രാജാവിന് ഒരു റാണിക്ക് ഒരുപാട് തോഴിമാരും ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ടല്ലോ. അതിൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഒരു ജോലിക്കാരിക്ക് കൊടുത്ത ഡ്യൂട്ടിയാണ് രാത്രി കിടക്കുന്നതിന് മുമ്പേ നല്ല പാല് നല്ല പോലെ കാച്ചി അതിനകത്ത് ഈ വാസന കാര്യങ്ങളൊക്കെ അതിനകത്തിട്ട് ഈ കുങ്കുമപ്പൂവും അതും ഇതുമൊക്കെ ഇട്ട് നല്ല നല്ല കട്ടിക്ക് കാച്ചി കൽക്കണ്ടും അതൊക്കെ ഇട്ട് കൊണ്ടുവന്ന് കൊടുക്കും രാത്രി. കുടിച്ചേച്ച് പണ്ടൊക്കെ ഈ പാല് കുടിച്ചേച്ച് കിടക്കുന്ന ശീലം ഉണ്ടായിരുന്നു. കൊച്ചിലെ എനിക്കും അങ്ങനെ ആയിരുന്നു. ഞങ്ങളൊക്കെ എൻ്റെ തലമുറ വരെ അങ്ങനെയായിരുന്നു. ഞങ്ങളൊക്കെ കൊച്ചിലെ ആകുമ്പം 8 മണിക്ക് കഴിക്കണം, 9:30 പല്ല് തേക്കണം, 9:45 എല്ലാവർക്കും ഇത്രയും വലിയ ഗ്ലാസ് നിറച്ച് പാല് തരും. ഒരു വലിയ പാത്രത്തിലായിരിക്കും പശുമ്പാല് കാച്ചി കുറുക്കി വെച്ചിരിക്കുന്നത്. അത് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് വേണം കിടക്കാൻ. പക്ഷേ ഒരു വിധത്തിൽ അത് നല്ലതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ പാല് കുടിച്ചാൽ നല്ല ഉറക്കം വരും. ഈ മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾ കുടിക്കുമ്പോഴേ ഉറങ്ങും. എന്താ വെച്ചാൽ അതിന് ഉറങ്ങാനുള്ള ഒരു അംശമുണ്ട്. അതുതന്നെയാണ് നമ്മളെപ്പോലെ മെഡിറ്റേഷൻ ചെയ്യുന്നവർ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് കഴിക്കരുത് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ പാലിൽ കൂടെ ചെയ്ത കാര്യങ്ങളും നമ്മൾ കഴിച്ചാൽ നമുക്ക് കൂടുതൽ ഉറക്കം വരും. ലെത്താർജിയാണ്. ലെത്താർജി എന്ന് വെച്ചാൽ അലസത ഉണ്ടാകും. ഞാനൊക്കെ ഇപ്പം കംപ്ലീറ്റായിട്ട് പാല് നിർത്തി. അതുമാത്രമല്ല, പാലിപ്പം കുടിച്ചാൽ എനിക്ക് വയറ്റിന് ചേരുന്നില്ല. ആദ്യമൊക്കെ മിൽമ പാല് വാങ്ങിച്ചു, അത് ചേരുന്നില്ല എന്ന് ഇടയിൽ ഈ മെഡിറ്റേഷൻ ചെയ്തപ്പോൾ ഇതൊക്കെ തന്നെത്താനേ വന്നതാ. പിടിച്ചില്ല. ശരിയെന്ന് പശുമ്പാല് വാങ്ങിച്ചു. ബാലരാമപുരത്തുനിന്ന് ഒരാൾ കൊണ്ടുവന്ന് തന്നുകൊണ്ടിരുന്നു. പിന്നെ അതും പിടിച്ചില്ല. പാല് കംപ്ലീറ്റായി നിർത്തിയപ്പം വയറ്റിനൊരു സുഖം. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം ആരുവേ പാല് കുടിക്കാറില്ല. പാലില്ല, കോഫിയില്ല, ടീ ഇല്ല. വേണമെങ്കിൽ ലെമൺ ടീ, കട്ടൻ ചായ വേണമെങ്കിൽ. പാല് ചേർത്താൽ എനിക്ക് പിടിക്കുന്നില്ല. അപ്പം ഞാൻ എന്തുവാ പറയുന്നതെന്ന് വെച്ചാൽ ഈ പാലിൻ്റെ കാര്യം. അപ്പം ഈ റാണിക്ക് റൂമിൽ കൊണ്ട് വയ്ക്കും. അപ്പം റാണി പറഞ്ഞിട്ടുണ്ട് ആ പെണ്ണിൻ്റെ അടുത്ത്, എനിക്ക് പാല് അടച്ച് ഒക്കെ വയ്ക്കും, മര്യാദയ്ക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നു. എല്ലാം വെള്ളിപ്പാത്രത്തിലും സ്വർണ്ണപാത്രത്തിലും ഒക്കെ ആണല്ലോ റാണി ആയതുകൊണ്ട്. അപ്പോൾ റാണി പറഞ്ഞു, എനിക്കൊരു ചെറിയ പ്ലേറ്റും കൂടെ നീ കൊണ്ടുവന്ന് വെക്കണം. അതിൻ്റെ കൂടെ പാല് കൊണ്ടുവരുമ്പം ഗ്ലാസും ജഗ്ഗും എല്ലാം ഉണ്ടല്ലോ, അതിന് പുറമേ ഒരു പ്ലേറ്റും കൂടെ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ആ ശരി റാണി, അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞ് ദിവസം ഇവൾ പ്ലേറ്റ് കൊണ്ടുവരും. അപ്പോൾ ഇവക്ക് മനസ്സിലൊരു അറിയാനുള്ള ഒരു വേഗം, ഒരു ആകാംക്ഷ. ഈ പ്ലേറ്റ് എന്തിനാ? ഈ ജഗ്ഗിൽ ചൂടായിട്ട് പാല്, നമ്മുടെ ഫ്ലാസ്ക് പോലെ അപ്പോഴെല്ലാം അതിൻ്റെ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചൂടായിട്ട് പാല് കാച്ചി കുങ്കുമപ്പൂവും എല്ലാം ഇട്ട് പഞ്ചസാരയും കൽക്കണ്ടും എല്ലാം ഇട്ട് കൊണ്ടുവന്നു. അതിന് ഒഴിച്ച് കുടിക്കാൻ ഗ്ലാസ് ഉണ്ട്. പിന്നെ ഈ പ്ലേറ്റ് എന്തിനാ എന്ത് ചെയ്യുന്നു റാണി എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഒരു ദിവസം ഇവളെന്തോ ചെയ്തു, ഇത് കൊണ്ട് കൊടുത്തേച്ച് അവിടെ ഈ തിരശ്ശീലകൾ ഇട്ടേക്കുമല്ലോ, കേർട്ടൻസ്, അതിൻ്റെ പുറയിൽ ഇവൾ ഒളിഞ്ഞു നിന്ന് നോക്കുന്നു. അപ്പം റാണി എന്ത് ചെയ്യുന്നു, ആരും വരുന്നതിന് മുമ്പേ, ആരും ഇല്ലാത്ത സമയത്ത് ആ പാല് പ്ലേറ്റിലൊഴിച്ച് നക്കിയാണ് കുടിച്ചത്. ഗ്ലാസ്സിലല്ല ഒഴിച്ച് കുടിച്ചത്. അപ്പം അവൾക്ക് ഒളിഞ്ഞു നിന്ന് കണ്ടവൾക്ക് ഷോക്ക്. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാന്ന് വെച്ചാൽ, റാണി കഴിഞ്ഞ ജന്മം പൂച്ചയായിരുന്നു. നല്ല പൂച്ചയായതുകൊണ്ട് മനുഷ്യജന്മം എടുത്ത് നല്ല പുണ്യം ചെയ്ത ആത്മാവായതുകൊണ്ട്, കഴിഞ്ഞ ജന്മം എന്ന് വെച്ചാൽ ഈ ജസ്റ്റ് കഴിഞ്ഞ ജന്മമല്ല, കുറേ ജന്മത്തിന് മുമ്പേ ഒരു പൂച്ചയായിരുന്നു. അപ്പം നല്ല കർമാക്കൾ ചെയ്ത് റാണിയുടെ ലെവലിന് വന്നു. എന്നാലും അതിൻ്റെ വാസന, ആ
പൂച്ചയുടെ നക്കി കുടിക്കുന്ന വാസന ഉള്ളതുകൊണ്ടാണ് ഈ റാണി ഈ ജന്മത്തും പാല് നക്കി കുടിക്കുന്നത് എന്ന് ഞങ്ങളുടെ അമ്മൂമ്മ പറഞ്ഞു തന്നു. അപ്പോഴാണ് ഞങ്ങളുടെ അമ്മൂമ്മ ഈ വാസനയെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി, എപ്പോൾ നോക്കിയാലും ഹെവി ആയിട്ട് സംസാരിക്കുന്നല്ലോ, ഒരു ലൈറ്റായിട്ട് ഇതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ രാജകന്യകയാനായാലും പൂർവജന്മം ഏതോ ഒരു പഴയ ജന്മത്തിൽ അവൾ പൂച്ചയായിരുന്നു എന്ന് അതൊരു കാര്യമാണ്. അതേപോലെ വേറൊരു ചെറിയ കഥയുണ്ട്. അതായത് ഒരു രാജാവ് ഈ യോഗമാർഗത്തിൽ യോഗമാർഗത്തിലുള്ള ഈ സാമിയാർ അതുപോലെ പറയാം, അങ്ങനത്തെ ആൾക്കാരെ ഒരുപാട് ഇത് അവർക്ക് നല്ലത് ചെയ്യും. അവർക്ക് ഒരുപാട് സ്ഥലം ഉണ്ടാക്കി കൊടുക്കും, അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. രാജായ്ക്ക് അവരുടെ പുറത്ത് ഭയങ്കര സ്നേഹമാണ്. ഒരുപാട് കാശ്, ഖജാനയിലുള്ള കാശെല്ലാം ഇവർക്ക് വേണ്ടി രാജാവ് ചെലവ് ചെയ്യുന്നു, ഈ സാമിയാർക്ക് വേണ്ടി കണ്ടമാനം ചെലവ് ചെയ്യുന്നു. നമ്മളുടെ വരിയല്ലയോ അത്, നമ്മളുടെ വരിപ്പണമല്ലയോ, ഇങ്ങനെ രാജ ചെയ്യുന്നത് ശരിയല്ലെന്ന് അവിടെ ഒരുപാട് സംസാരം ഉണ്ടായി. അത് രാജാവിൻ്റെ കാതിലെത്തി. രാജാവ് മറ്റവർക്കൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്തു, ഒരു ഐഡിയ കൊടുത്തു. രാജ പറഞ്ഞാൽ അതിനെ ചെയ്യാൻ ആളുകൾ കാത്തിരിക്കുമല്ലോ. രാജ ഒരാളുടെ അടുത്ത് പറഞ്ഞു, നീ ഒരു വലിയ 4-5 കുടം വെള്ളം എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞു. രാജായും കൂടെ പോയി. ഒരു സ്ഥലത്ത് ഒരു മഠത്തിൽ കുറേ ഈ യോഗിമാർ, ഈ സന്യാസിമാർ കിടന്ന് ഉറങ്ങുന്നു രാത്രി. അവരുടെ പുറത്തൊക്കെ വെള്ളം കൊരി ഒഴിയെന്ന് പറഞ്ഞു രാജ. ഇവന് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരുടെ പുറത്തും വെള്ളം കുടമായിട്ട് കോരി ഒഴിച്ചു. ആദ്യത്തെ ഒരു കുടം ഒഴിച്ചു, പിന്നെയും കൊള്ളു. അപ്പോഴത്തേക്ക് ഇവരെല്ലാം ഞെട്ടി ഉണർന്നു. ഈ യോഗിമാരെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുന്നവർ. ഓക്കെ, ഏകദേശം നമ്മളുടെ കൂട്ടുനിന്ന് വെച്ചോണം, നമ്മളും യോഗീസും യോഗിനീസുമാണ്. ഇവരെല്ലാം എണ്ണിച്ചപ്പോൾ ഉണ്ടല്ലോ, ഓ ശിവ 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 എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഇവർ കണ്ടു. നാട്ടുമക്കൾ കണ്ടു, നാട്ടിലുള്ള ആൾക്കാർ കുറേ കാണാൻ കൊണ്ടുവന്നല്ലോ, അവരെല്ലാം കണ്ടു. പിന്നെ വേറെ ഒരു ഛത്രത്തിൽ പോയി. ഛത്രത്തിൽ ഈ വഴിപ്പോക്കന്മാരെല്ലാം കിടക്കുന്നവർ, അവർ കുറേ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. രാജ പറഞ്ഞു, ഒരു 5-6 കുടം വെള്ളം എടുത്തുകൊണ്ട് വാ, ഈ ഉറങ്ങുന്നവരുടെ എല്ലാം തലയിൽ മേത്തൊഴി എന്ന് പറഞ്ഞു. ഇവരുടെ പുറത്ത് ഒഴിച്ചു. അപ്പോഴത്തേക്ക് ഓരോരുത്തനും എണ്ണിച്ച് പറയാനുള്ള ചീത്ത വാക്കുകളെല്ലാം പറഞ്ഞു. പറയാൻ വേറെ ഒന്നും ബാക്കിയില്ല, അത്രയ്ക്ക് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഇവരിങ്ങനെ സംസാരിക്കുന്നു, അവരങ്ങനെ സംസാരിക്കുന്നു. ഇതിൽ എന്തുവാ, ഞാൻ ഇവരെ തീറ്റിപ്പോറ്റണോ അവരെ തീറ്റിപ്പോറ്റണോ? ഇതെല്ലാം ഉള്ളിൻ്റെ ഉള്ളിലുള്ള വാസനയാണ് വെളി വരുന്നത്. ഉറക്കത്തിൽ ഉണർത്തിയാലും ഉറക്കത്തിൽ വെള്ളം എടുത്ത് ഒഴിച്ചാലും നല്ലവൻ്റെ വായിൽ നിന്ന് നല്ലതേ വരത്തുള്ളൂ, അല്ല ചീത്ത ആയിട്ടുള്ള ഒരുത്തൻ്റെ വായിൽ നിന്ന് ചീത്തയെ വരത്തുള്ളൂ. ഇതിൻ്റെ പേരാണ് വാസന എന്ന് പറഞ്ഞു. ഞാനത് എവിടെ വായിച്ചു, അതും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു വലിയ വീഡിയോ ആയി, ഇനിയും കുറേ കൂടെ ഉണ്ട്, അത് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയും ക്ഷമയോട് കേട്ട് മനസ്സിലാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. നന്ദി. ബാക്കി അടുത്ത വീഡിയോയിൽ.